لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി നടപ്പിലാക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് സ്വാദിലുള്ള 26-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മനുഷ്യരായ നമ്മൾ ഒരുപാട് ദൗർബല്യങ്ങൾ ഉള്ളവരാണ്. നമുക്കൊക്കെ ഓരോ തരം വീക്ക്നെസ്സുകളുണ്ട്. ആ ദൗർബല്യങ്ങളിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം ഈ അധികാര സ്ഥാനങ്ങളോട് അത്യധികം ആഗ്രഹം കൂടും. അധികാരമോഹം ഉണ്ടാവും, കിട്ടിയത് നിലനിർത്താനുള്ള തത്രപ്പാടും ഉണ്ടാവും. ഇത് മനുഷ്യന്റെ ദൗർബല്യങ്ങളാണെന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് മനുഷ്യനേക്കാളും ഇബ്ലീസാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി
അതീവ സ്നേഹപ്രകടനം നടത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് ഓടി വന്ന ഇബ്ലീസ് ആദം അലൈഹിസ്സലാമയോട് പറയാണ്, ആദം സ്വർഗത്തിലാണ്, നിനക്ക് ഈ സ്വർഗസ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ സ്ഥാനം നഷ്ടപ്പെടുന്നതിൽ നിന്നേക്കാളും വ്യാകുലനാണ് ഞാൻ. അതുകൊണ്ട് നിന്നോട് പടച്ചവൻ ഈ കായ തിന്നരുത്, മരത്തിന്റെ അടുക്കൽ വരരുത് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞിങ്ങോട്ട് മോഹിപ്പിക്കുകയാണ്. ഈ നഷ്ടം നിനക്ക് വരാതിരിക്കാൻ ഞാൻ ചെറിയൊരു കാര്യം നിനക്ക് പറഞ്ഞുതരാം. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ലാ. ആദമേ, എന്നോട് പടച്ചവൻ അങ്ങനെ പറയാൻ എന്താ കാരണം എന്നറിയോ? നീ അതെങ്ങാനും തിന്നാൽ മരണമില്ലാത്ത ജീവിതം നിനക്ക് കിട്ടും. ജീവിക്കുന്ന കാലം അത്രയും നിനക്ക് അധികാരവും ഉണ്ടാവും. ഇതാണ് രണ്ടെണ്ണം. ഇങ്ങനെ മരണമില്ലാത്ത ജീവിതവും ജീവിക്കുന്ന കാലം അത്രയും അധികാരവും. നോക്ക് സഹോദരങ്ങളെ, അള്ളാഹു വിരോധിച്ച ആ മരത്തിൽ നിന്ന് നീ ഒരു കായ തിന്നേ പറ്റൂ, മറ്റൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ആദം അലൈഹിസ്സലാം ആ കായ തിന്നു. അല്ലെ? ഞാന് ആദം നബി സ്വർഗത്തിലായിട്ട് പോലും ആ കൽപ്പന മറന്നുപോയി. ഇവിടെ ഇബ്ലീസ് മനുഷ്യരായ നമ്മുടെ ആ അടിസ്ഥാനപരമായുള്ള ഒരാഗ്രഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അതിനെ ഉപയോഗപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത്? അള്ള പറഞ്ഞു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പഴയ കഥ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അള്ളാഹു എന്തിനായിരിക്കും അത് പറഞ്ഞു തന്നിട്ടുണ്ടാകും? അവിടെയാണ് സമകാലിക ലോകത്ത് നിന്ന് നമ്മൾ കുറച്ച് സംഗതികൾ ആലോചിച്ചു വേണം ഉള്ള സമയം കൊണ്ട് എഴുന്നേറ്റ് പോവാൻ. മനുഷ്യരായ നമ്മൾ തന്റേടപൂർവം ജീവിക്കണം. എങ്ങനാ? ഒരു അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സംഗതി അധികാരങ്ങളോടും സ്ഥാനമാനങ്ങളോടും നിലനിർത്തരുതെന്ന്, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ചെയ്തു കൂടാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ള പറഞ്ഞാലും ശരി, അള്ളല്ല ആര് പറഞ്ഞാലും ശരി, അനുസരിക്കാത്തൊരവസ്ഥ വരും. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഈ ലോകത്ത് എന്നുമെന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഈ അധികാരമോഹം എന്ന് പറയുന്ന, ഒന്ന് ഉയരത്തിൽ നിൽക്കണമെന്ന് പറയുന്ന ആ മോഹസാഫല്യത്തിന് വേണ്ടി, കിട്ടിയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. അതിക്രൂരമായ മർദ്ദനങ്ങൾ, കൊല്ലണമെങ്കിൽ കൊല്ലും, നാട് കടത്തണമെങ്കിൽ നാട് കടത്തും, ജയിലിലടക്കണോ അതും ചെയ്യും. ഞാൻ ഈ പറയണതൊക്കെ എനിക്ക് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥാനം അങ്ങനത്തേതാണ്. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾ കുറെ സംഗതികൾ ചേർത്തി വായിക്കണം. കൊലകൾ, വംശഹത്യകൾ പലതും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഫിർഔൻ ഇസ്രായേല്യരെ കൊന്നു കൊല വിളിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹ് എന്താ പറഞ്ഞെന്നറിയോ? വൈദ് അൻജൈനാകും മിൻ ആലി ഫിർഔൻ യസൂമൂനകും സുഅൽ അദാബ്. ഫറവോനെ അവന്റെ കിരാത മർദ്ദനങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി. യസൂമൂനകും സുഅൽ അദാബ്, അങ്ങേ അറ്റത്തെ ശിക്ഷ, അദാബ് നിങ്ങൾ അവൻ അനുഭവിപ്പിച്ചു. വയുദബ്ബിഹൂന അബ്നാഹക്കും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളെ, നിങ്ങളിലെ സ്ത്രീകളെ കൊള്ളരുതാത്ത എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്ത് നിങ്ങളുടെ ആൺമക്കൾ അവർ കൊന്നു. ഫിദാലിക്കും ബലാഹും മിർ റബ്ബിക്കും അലീം, കടുപ്പുള്ളൊരു പരീക്ഷണമാണത്. ഇത് സൂറത്ത് അൽ ബഖറയിലെ 49-ാമത്തെ ആയത്താണെങ്കിൽ ഖസസ് 4-ൽ പറയുക. ഖസസ് ഈ കഥ തന്നെ പറഞ്ഞു തരുന്നത് വല്ലാത്തൊരു മനോഹരമായ സൂറയാണ് സൂറത്ത് ഖസസ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളിഫു ത്വാഹിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഫറവോൻ അനാവശ്യമായ ഔന്നിത്യമാണ് ഈ നാട്ടിൽ കാണിച്ചത്. അവൻ നിങ്ങൾക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കിയിട്ട് പരസ്പരം തമ്മിലടിപ്പിച്ചു.
പരസ്പരം തമ്മിലടിപ്പിച്ച്, എന്നിട്ട് നിങ്ങളുടെ ആൺമക്കളെ കൊന്ന് പെൺമക്കളെ, സ്ത്രീകളെ ഒരു വല്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്ത് അവൻ പക്ക ഫാസിദാണ് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചേർത്തി വായിക്കണം, നമുക്ക് സമയമില്ല. ഹിറ്റ്ലർ 60 ലക്ഷം ആളുകളെ കൊന്നത്. മുസ്സോളിനി ചെയ്തത് ചേർത്തി വായിക്കുക. അമേരിക്ക ഇറാഖിലും അറബ് നാടുകളിലും അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി 10 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇറാഖിൽ നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളിയത്. അഫ്ഗാനിസ്ഥാൻ ലക്ഷങ്ങളായ ആളുകളെയാണ് കൊന്നത്. ഇതേ അമേരിക്കയും ഇസ്രായേലും 70-75 കൊല്ലമായി പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നുകൊണ്ടേയിരിക്കണം. നമുക്ക് അവിടുന്നുള്ള ഈ വെള്ളിയാഴ്ചകൾ അവിടുത്തെ അറബ് ഹുത്തുബകളുണ്ട്. ആ ഹുത്തുബകളെങ്ങാനും കേട്ടാലുണ്ടല്ലോ, പള്ളിയിൽ ഏതെങ്കിലുമൊക്കെ, പള്ളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഏതെങ്കിലുമൊക്കെ മുറ്റത്ത് നിന്നുള്ള പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ടാൽ നമ്മളെ തളർന്നു പോകും സഹോദരങ്ങളെ. ഹിറ്റ്ലറെക്കാളും മോശമായ ഭരണാധികാരികള് നമ്മുടെ നാടും നമ്മൾ മറക്കരുത്. അധികാരം കിട്ടാൻ വേണ്ടി എത്ര വംശീയ വർഗീയ കലാപങ്ങളാണ്, സ്ഫോടനങ്ങളാണ് നാട്ടിൽ നടന്നിട്ടുള്ളത്. ഇന്നും എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നിങ്ങൾ വായിച്ചല്ലോ. അല്ലേ എന്ന് വെച്ചാല് അള്ളാഹ് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതെല്ലാം ഖുർആനിൽ ഏറ്റവും കൂടുതൽ മൂസ അലൈഹിസ്സലാമയുടെ കഥയാ പറഞ്ഞു തന്നത്. കൂടുതൽ പേര് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെതാ. ഫിർഔൻ അവസാനിച്ചു, പക്ഷെ ഫറവോനിസം അത് അവസാനിക്കൂല. അത് ഖിയാമത്ത് വരെ ഉണ്ടാവും. ഇത്തരക്കാരായ ഭരണാധികാരികൾ ഖിയാമത്തിന്റെ അടയാളമാണ്. അവർ വരുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിപ്പ് തന്നിട്ടുണ്ട്. സിൻഫാൻ മിൻ അഹ്ലിന്നാർ ലം അറഹുമ. എന്റെ ഉമ്മത്തിൽ ഈ നാട്ടിൽ 2 വിഭാഗം ആളുകളുണ്ട്. ആ 2 എണ്ണത്തിനെയും ഞാൻ കണ്ടിട്ടില്ല. ഒന്ന്, റിജാലും ബി ഐദീഹിം സിയാത്തുൻ യളിബൂന ബിഹന്നാസ് യഅനി ളുൽമൻ. അക്രമികളായ ഭരണാധികാരികൾ അവരവരുടെ ചമ്മട്ടികൾ കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ തല്ലി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് പറഞ്ഞത് സ്ത്രീകളെ കുറിച്ചാണ്. അത് നമ്മുടെ ഇപ്പൊ വിഷയമായിട്ട് ബന്ധപ്പെടാത്തൊന്നും ഞാൻ പറയുന്നില്ല. സഹോദരങ്ങളെ, ഒറ്റ വാക്കില് അർഹമായ ശിക്ഷ പടച്ച റബ്ബ് അവർക്ക് നൽകും, നൽകിയിരിക്കും. അത് അല്ലാഹ് അങ്ങനെ തന്നെ പറയണ്ട. എന്തിനാണെന്നറിയാം? പരലോകത്തേക്ക് വരെ അത് നീട്ടിവെക്കും. ഇവരെ നരകത്തിലേക്ക് വലിച്ചടക്കുമ്പോ പറയുന്ന വാക്കാണ് എന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ, എന്റെ അധികാരങ്ങളൊക്കെ നശിച്ചു പോയല്ലോ. സഹോദരങ്ങളെ, എന്തിനാണ് ഈ ദ്രോഹികളുടെ ശിക്ഷകളെ അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. ഒന്ന്, 60 ലക്ഷങ്ങളെ കൊന്നു തള്ളിയ ആ കിരാതൻ പിടിക്കപ്പെടുമെന്ന് വന്നപ്പോ തന്റെ കയ്യിലുള്ള തോക്കുകൊണ്ട് ഒറ്റ വെടിയാണ്, ഒരൊറ്റ മരണത്തിന്റെ ശിക്ഷയാണ് അയാൾ ദുനിയാവെന്ന് അനുഭവിച്ചുള്ളൂ. ബാക്കി മുഴുവൻ അവിടെ കിടക്കുക. അതുകൊണ്ടാണ് പരലോകത്തെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞറിയോ? അൽ അദാബു യൗമൽ ഖിയാം ദായിം. അത് ദായിമാണ്. അതിന് തുടക്കം മാത്രമേ ഉള്ളൂ, അതിന് ഒടുക്കമില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്ന അദാബ യൗമദ് ദുനിയ അമദുഹു ഖസീർ. ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചാണുള്ളത്. അതുകൊണ്ട് അധികാരത്തിലൂടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോ ഇതിനൊരു മറുവശമുണ്ട്. മുഅ്മിനുകളായ നമ്മൾ അതാണ് തിരിച്ചറിയേണ്ടത്. അതെന്തറിയോ? ആഗ്രഹിക്കാതെ ആശിക്കാതെ തന്നിലെ എത്തിപ്പെട്ട അധികാരം, ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുമെന്ന ബോധ്യത്തോടുകൂടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിച്ച ആളുകളുണ്ട്. ഇത് കൈവന്നാൽ അവരുടെ ജീവിതം, ഇത് ഏറ്റെടുത്ത ആളുകളുടെ ജീവിതം ദുസ്സഹമാവുകയും മറ്റുള്ളവരുടെ ജീവിതം സുഖപ്രദമാവുകയും ചെയ്ത കാഴ്ചകളാണ് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളത്. സ്വന്തം ജീവിതം ത്യാഗപൂർണമാവുക, പട്ടിണിയും ഉറക്കമില്ലായ്മ കൊണ്ട് നിറഞ്ഞു വരിക. ഭരണീയരുടെ ജീവിതമോ അത് സുഖപ്രദമായി മാറുക. ഞാൻ ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല, സൂചനകൾ മാത്രം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, ഇങ്ങനെ എണ്ണിയാൽ എല്ലാവരും ഇട്ടാ. ഒരാളെ നമുക്ക് എടുത്തു പറയാനല്ല, പക്ഷെ എന്തേലും ഒന്ന് പറഞ്ഞു തരണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്ന് അധികാരം ഏറ്റെടുത്തിട്ട് നാളെ അയാളെ ഒരു കുട്ടി സംബോധനം ചെയ്യുന്നുണ്ട്. ഇയാള് കണ്ണ് കാണാത്ത ഒരു വല്യമ്മന്റെ വീട്ടിൽ പോയിട്ട് വെള്ളമൊക്കെ കോരി വെച്ച് ഇങ്ങനെ കൊടുത്തിട്ട് വരിക. ആ വീട്ടിൽ നിന്നൊരു കുട്ടി വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ വെള്ളം കോരി വെക്കുന്ന ഒരാൾ വരുന്നുണ്ടെന്നാണ്. അങ്ങനെ പറഞ്ഞത്. ഞാൻ ആ കഥയിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് വേറെ സംഭവം പറഞ്ഞുതരാം. ഉമർ റളിയല്ലാഹു അൻഹുവും ഇദ്ദേഹവും എന്നും മത്സര. രണ്ടുപേരുടെയും ശരീരശാസ്ത്രം രണ്ട് രൂപത്തിലാണ്. സിദ്ദീഖുൽ അക്ബർ മെലിഞ്ഞൊട്ടിയ കറുത്ത് നീണ്ട ഒരു മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നേരെ തിരിച്ചാണ്. ഒരു അജാനബാഹുവായ മനുഷ്യനാണ്. ശരീരം വലുപ്പം കൊണ്ടും എല്ലാം കൊണ്ടും വലിയൊരാളാണ്. ഇദ്ദേഹം രാവിലെ എവിടെ പോകുന്നു, ഇത് കഴിഞ്ഞിട്ടാ സുബൈക്ക് പള്ളിക്ക് വരിക, ഒരു നന്മ ചെയ്തിട്ടാ വരിക. അവസാനം സഹോദരങ്ങളെ, ഇദ്ദേഹം ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ഉമർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അവർ തമ്മിൽ അങ്ങനെ കടുപ്പുള്ള മത്സരങ്ങളാണ്. ഒരു ദിവസം അബൂബക്കറിന്റെ പിറ്റേക്കാലം ഉമർ റളിയല്ലാഹു അൻഹു ഈ വല്യമ്മക്ക് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കെ ഒരിക്കൽ ചോദിക്കുക, എന്റെ ആ പഴയ ആളെപ്പോ കാണാനില്ലല്ലോ. ഇവർക്ക് കണ്ടാണില്ല. ആ പഴയ ആളെപ്പോ കാണാനില്ലല്ലോ, അയാൾ എവിടെ പോയാണാവോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കണ്ടു കാണാതിരിക്കെ ആ പഴയ ആള് വന്നില്ല, ഇത് പുതിയ ആളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? അവിടുന്ന് അവർ പറഞ്ഞൊരു വാക്കെന്തറിയാമോ? ആ പഴയ ആള് എനിക്ക് ഈത്തപ്പഴങ്ങൾ കൊണ്ടുവന്നു വെച്ച് തരുമ്പോ അതിലെ കുരു കളഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് വെച്ച് തരിക. ഇപ്പൊ തോന്നുന്നു എനിക്ക് അയാൾ മാറി എന്ന് മനസ്സിലായത് ഇപ്പോഴുള്ള പഴത്തില് കുരു ഉണ്ടാവുന്ന. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, എന്നെ അബൂബക്കർ അതിലും തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന്. എന്നെ അബൂബക്കർ അതിലും തോൽപ്പിച്ചു കളഞ്ഞല്ലോ. പാതിരാവിൽ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ, ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോ, ആഹാരമില്ലാത്ത വീടെന്ന് മനസ്സിലാക്കിയിട്ട് പിറ്റേന്ന് പുലർച്ചെ സ്വന്തം ചുമലില് ഒരു ചാക്ക് പൊടിയുമായി ഈ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്ന ഉമർ ഭരണാധികാരിയാണ്, ഒരു ചില്ലറക്കാരല്ലോ. സാമാന്യം ആ രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന ബിസിനസ്സുകാരാ. അല്ല, സാധാരണ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരാളല്ല, അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന കച്ചവടക്കാരാണവര്. പുറത്ത് ചാക്ക് വെച്ചുകൊണ്ട് വരുമ്പോ ഭൃത്യം ചോദിക്കുന്നുണ്ട്, ഞാൻ ചുമന്നോളാം എന്ന് പറഞ്ഞപ്പോ ഇവര് തിരിച്ചു പറഞ്ഞെന്തറിയാമോ? നിന്നോടല്ലല്ലോ ചോദിക്കുക, എന്നോടല്ലേ എന്നാണ്. സ്വന്തം ഭാര്യയെ ഒരു കുടിലിലെ പെണ്ണിന്റെ പ്രസവം പഠിക്കാൻ വേണ്ടി പാതിരാവിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തിരിച്ചു പോരുന്ന അമീറുൽ മുഅ്മിനീൻ. നിങ്ങൾ കേട്ടോ, ഉമറിന്റെ ഭരണപരിഷ്കാരം എന്ന ചില ഭാഗങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളത് പഠിക്കണം. വെറുതെയാവില്ല. ഇസ്ലാമിന്റെ പേരിൽ ഒരു നല്ലത് പറയണമെന്ന യാതൊരുവിധ ബാധ്യതയുമില്ലാത്ത ആളുകൾ വരെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി മുതൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ ഉമറിന്റെ ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല. നേരെ ശ്രദ്ധിക്കണം. അല്ലെ, മുസ്ലിമീങ്ങളല്ലല്ലോ അത് പറഞ്ഞത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചത് അത്ര മികച്ചതായിരുന്നു അത്. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിലേക്കാണ് അവരത് ചേർത്തി വെക്കുന്നത്. അത്ഭുതമാണ്. ഇപ്പോ ക്ഷേമ പെൻഷൻ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാ. ഞാൻ രാഷ്ട്രീയം പറയാനല്ല അത് പറഞ്ഞത്. ഈ ലോകത്ത് തന്നെ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ കാലം മുതൽ സഹോദരങ്ങളെ, ആളുകൾ മാത്രല്ല, മുസ്ലിമീങ്ങൾ മാത്രല്ല, ആ രാജ്യത്തെ ജന്തുജാലങ്ങൾക്ക് വരെ സുരക്ഷിതത്വമായിരുന്നു അവിടെ എന്നാണ്. അങ്ങരങ്ങളൊന്നും ഇങ്ങനെ വായിച്ചു നോക്കുക. 38-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുണ്ട്. 36 ഭരണാധികാരം ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മാമനാരാണ്, അമ്മോശനാണ്, ഭാര്യ പിതാവാണ്, മക്കളെണ്ണം കുറെ എണ്ണുണ്ട്. ഈ ആൺകുട്ടികൾക്കൊന്നും കൊടുക്കാതെ മരുമകനെ ഏൽപ്പിക്കാം 36-ൽ. ഈ ഭരണാധികാരം എങ്ങാനും എന്റെ കയ്യിൽ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ദമസ്കസിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ മരുഭൂമിയിൽ ഒരു സ്രാമ്പിയ നമസ്കാര പള്ളിയിൽ ഇദ്ദേഹം ചെന്ന് ഒളിച്ചിരിക്കുക.
പട്ടാളത്തെ വിളിച്ചു പറഞ്ഞയച്ച് അന്വേഷിപ്പിച്ചു കൊണ്ടുവന്ന് അധികാരമേൽപ്പിക്കുമ്പോ അന്ന് രാത്രി വീട്ടിൽ വന്ന് ഈ ഭരണാധികാരിയുടെ പ്രധാനമന്ത്രിയുടെ മകളായ ഫാത്തിമ, അവരാ ഭാര്യ, അതീവ സുന്ദരിയാണ്. പിന്നെ അന്നത്തെ കാലത്തെ എല്ലാ സൗകര്യങ്ങളും എടുക്കുന്നവരാണ് ഇവരെല്ലാവരും. അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഇതുവരെ നിനക്ക് സ്വന്തം, നീ എനിക്ക് സ്വന്തമായിരുന്നു. ഇനി അങ്ങനെ ഒരു ജീവിതം നമുക്കില്ല. നീയും ഞാനും ഈ സ്വത്തുക്കളൊക്കെ പാടെ ഒന്നിച്ചു ചേരുമോ എന്ന് എനിക്കറിയില്ല. നിനക്ക് ഞാൻ മാത്രം മതി എന്ന് വേണമെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കണം. അതല്ലെങ്കിൽ മോളെ ഇഷ്ടം പോലെ പിരിഞ്ഞു പോകാം, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം എടുത്ത് ബൈത്തുൽ മാലിൽ വെച്ച് 2 കൊല്ലക്കാലം അതിസുന്ദരമായി ഭരണം നടത്തിയപ്പോ അബ്ബാസിയ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു അൽ അസ്റു ദഹബി, ഇസ്ലാമിന്റെ സുവർണകാലമെന്ന്. സഹോദരങ്ങളെ, അദ്ദേഹം ഒരിക്കൽ മക്കളെ വിളിച്ചുകൊണ്ട്, 8-9 മക്കളുണ്ട്, അല്ല 11 കുട്ടികളുണ്ടായിരുന്നു, ആൺകുട്ടികൾ. അവരെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, രാത്രി തിന്നാൻ ഒന്നുമില്ല, വേറെയും കഥകളുണ്ടോ, പറയാൻ സമയമില്ല. ഒന്നും തിന്നാനില്ലാതിരുന്നപ്പോ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, പാക്ക് ഈ രാജ്യത്തിന്റെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നരാക്കി നിങ്ങളെ വളർത്താമായിരുന്നു. പക്ഷേ പരലോകം കൂടി തെരഞ്ഞെടുത്തത് കൊണ്ട് ചില ലിമിറ്റ് ഇപ്പൊക്ക് വന്നിട്ടുണ്ട്. മക്കൾ അത് ഉൾക്കൊള്ളണേ എന്ന് പറയുന്ന ഒരു ഇശാഇന്റെ സമയത്തുള്ള വാക്കുകളുണ്ട്. സഹോദരങ്ങളെ, ഇന്ത്യ കണ്ട വേറെയും മഹാന്മാരുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഔറംഗസീബ് എന്ന് പറയപ്പെടുന്ന, നമ്മൾ സ്കൂളിൽ പഠിച്ച ചരിത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കണം. ഞാൻ അതിനു വേണ്ടിയാണ് ആ വാക്കുകൾ അങ്ങനെ എടുത്തു പറയുന്നത്. ബൈത്തുൽ മാലിൽ നിന്ന് ഒരു നയാ പൈസ പോലും തന്റെ വീട്ടിലേക്ക് എടുക്കാത്ത ഒരു മഹാനാണ് അദ്ദേഹം. പാതിരാവിന്റെ വേളകളിൽ സ്വന്തം കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ, തൊപ്പികൾ തുന്നിയിട്ട് ഉണ്ടാക്കിയ ഈ വസ്ത്രങ്ങൾ തന്റെ ഖാദിമിന്റെ അടുക്കൽ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് അദ്ദേഹത്തിനുള്ള കൂലിയും കൊടുത്തു കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് കൊണ്ട് ഉപജീവനം നടത്തുന്ന ചില മഹാന്മാര് ഇന്ത്യയുടെ ചരിത്രങ്ങളിലുണ്ട്. ആ മഹാന്മാരുടെ പിന്മുറക്കാരായതുകൊണ്ടാണ്, അവരുടെ ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇന്നതൊക്കെ ഇങ്ങനെ നിലനിന്നു പോരുന്നത്. പക്ഷെ വാപ്പയെ ജയിലിൽ അടച്ചവൻ എന്നൊരു ഒരു ദുഷ്പേരുണ്ട് അദ്ദേഹത്തിന്. കാരണമുണ്ട്. 20 കൊല്ലം 20,000 ജോലിക്കാരെ കൊണ്ട് ഒരു മോഹഭവനം ഉണ്ടാക്കിയിട്ട് അതിന്റെ പണി തീർന്നപ്പോൾ മറുകരയിൽ തനിക്കും ഒരു സ്മാരണിക വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പണിക്ക് തുനിഞ്ഞപ്പോഴാണ് മകൻ ഉപ്പയെ ജയിലിൽ അടക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഞാൻ പറഞ്ഞ കഥകളുണ്ടല്ലോ, ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത് അധികാരം കൈവരുമ്പുണ്ടാകാവുന്നൊരു മാറ്റമുണ്ട്. ഈ ബോധമാണ് പള്ളി ഭരിക്കുന്നവരാണെങ്കിലും വീട് ഭരിക്കുന്നവരാണെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയുടെ, ഒരു പഞ്ചായത്തിന്റെ വാർഡ് തലം മുതൽ അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ ജനസേവനമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അങ്ങനെ വന്നാൽ എന്തറിയാമോ, നിങ്ങളുടെ ഉമറാക്കൾ നിങ്ങളിലെ നല്ലവരും, നിങ്ങളെ സമ്പന്നർ നിങ്ങൾക്കിടയിലുള്ള ധർമ്മിഷ്ഠരും നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ടുമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയുടെ ഉൾപ്പരപ്പിലേക്കാൾ നല്ലത് അതിന്റെ മുകൾ ഭാഗമാണ്, ജീവിക്കലാണ് നല്ലത്. നേരെ തിരിച്ചാ വന്നാല് മരിക്കലായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അതുകൊണ്ട് അധികാരത്തിന് നെടും തൂണ് എന്നത് സത്യവും നീതിയുമാണ്. ദാവൂദ് അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടൊരു വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നേരത്തെ കുറെ പറയാനുള്ളത് കൊണ്ടാണ് വേഗത്തിൽ ഓടിച്ചു പോകുന്നത്. ദാവൂദ് നബിക്ക് മാത്രമാണ് അള്ളാഹു അധികാരം എന്ന് പറയുന്നത് നേർക്ക് നേരെ കൊടുത്തത്. ആകെ 2 ആൾക്കാരേ ഉള്ളൂ അത്തരത്തിൽ വന്നത്. സുഖലോലുപതയിൽ ജനിച്ച ഏക മനുഷ്യൻ സുലൈമാൻ നബി മാത്രമേ ഉള്ളൂ. ദാവൂദ് നബിക്ക് ആ ഒരു യുദ്ധത്തിലൂടെ അധികാരം കിട്ടി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഭൂമിയിലെ ഖലീഫയാക്കി, ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഅൽ ഹവാ, നീ ഹക്കായ വിധത്തിൽ നീതിയോടുകൂടെ ജനങ്ങൾക്കിടയിൽ വിധിക്കണം. നിന്റെ ഹവ അവിടെ വരരുത്. അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് നീ തെറ്റിപ്പോകുന്നുള്ളതാ. ഹക്ക് എന്ന് പറഞ്ഞാൽ നീതിയാണ് സഹോദരങ്ങൾ. അതിന്റെ അർത്ഥം നിങ്ങൾ നോക്ക്. ഒരു കഥയും കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഞാൻ ഈ പറഞ്ഞിരുന്ന കഥയൊക്കെ നിങ്ങൾ ചേർത്തി സമകാലികമായിട്ട് വായിക്കും വേണം. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഇദ്ദേഹത്തിന്റെ ഒരു പടച്ചട്ട
ഒരു ജൂതൻ കട്ടു. അങ്ങനെ കേസ് അലി റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച അവിടുത്തെ സുപ്രീം കോടതിയിലെത്തി, ഖാലിയുടെ അടുക്കലെത്തി. കേസ് വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട്, ഖലീഫയോട്, പ്രധാനമന്ത്രിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, സാക്ഷി എവിടെ? ഇയാളാ കട്ടുന്നുള്ളതിന് സാക്ഷി ആരാന്ന് ചോദിച്ചു. നിന്റെ മകൻ ഹസൻ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളുടെ മകൻ ഹസന്റെ ആ സാക്ഷിത്വം ഇവിടെ സ്വീകരിക്കൂല. നിങ്ങളുടെ കുടുംബത്തിനല്ല, പുറത്തുനിന്ന് ആരാന്ന് ചോദിച്ചു. പുറത്തുനിന്ന് ആരുമില്ല. എങ്കിൽ നിങ്ങളെ കേസ് തള്ളി എന്ന് പറഞ്ഞു. ഇത് കണ്ടു നിൽക്കുന്ന ജൂതൻ കണ്ണു തള്ളിയിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ വിചാരിച്ചത് ഇന്നെ ആ ശിക്ഷയാണ് നടപ്പാക്കുന്നുള്ളതാണ്, പക്ഷെ സാക്ഷിയില്ല എന്നതിന്റെ പേരിൽ അത് തള്ളിയല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ജൂതൻ മുസ്ലിം ആകുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ കഥ കൂടി നിങ്ങളൊന്നിങ്ങനെ ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ. എത്ര ആൾക്കാരാ ജയിലില്, എത്ര ആൾക്കാരാണ് ജയിലിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നത്. നീതി എവിടെ? അല്ലെ, അവിടെ അനീതിയുണ്ടോ നീതിയുണ്ടോ? വല്ലാത്തൊരവസ്ഥകളാണ്. ഉമറിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു നട്ടുച്ചക്ക് ഉമറിനെ കാണാൻ റോമെന്നൊരു ടീം വന്ന്, ക്രിസ്തീയ സഹോദരങ്ങളാണ് അവര്. ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് അന്വേഷിക്കുന്നത്, ഉമറിനോടാ ചോദിക്കുന്നത്. ഉമർ ഒരു മരച്ചുവട്ടിൽ നട്ടുച്ചക്ക് ഒരു തുണിയെങ്കിലും വിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തത്, നിങ്ങൾക്ക് എന്ത് വേണോ? അവർ അല്പ സംസാരത്തിന്റെ പേരിൽ അവരാകെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന വേളയിൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഉമർ അദൽത അമിൻത വനിംത. വളരെ മനോഹരമായ അറബിയ. ഉമറേ, നീ നീതി കാണിച്ചു. അമിൻത, നിനക്ക് നിർഭയത്വം കിട്ടി. അതുകൊണ്ട് ഏത് ചാക്കിന്റെ ഭാഗത്ത് കിടന്നാൽ, ചാക്കും കഷ്ണത്തിൽ കിടന്നാലും നീ സുന്ദരമായി ഉറങ്ങും. അതാണ് ഇസ്ലാം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതുപോലെ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന, ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന നേതാക്കന്മാര് ഈ രാജ്യത്തിന് വേണം. എത്രത്തോളം കിട്ടുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇത്തരം നേതാക്കന്മാരെ കൊണ്ടുവരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കലാണത്. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രവർത്തിക്കാം, അതിലപ്പുറം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, നാം ആരെയും വെറുക്കുന്നില്ല, പ്രത്യേകം ആരെയും സ്നേഹിക്കുന്നുമില്ല. നമ്മൾ സ്നേഹിക്കുന്നത് ഈ രാജ്യത്തെയാണ്, രാജ്യത്തെ ജനങ്ങളെയാണ്. അവരുടെ ജാതിയും അവരുടെ മതമോ മറ്റൊരു വ്യത്യാസവും നമുക്ക് നോക്കാനും പാടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ക്ഷേമവും അവർക്ക് ഐശ്വര്യവും അവർക്ക് വിദ്യാഭ്യാസവും എല്ലാതരം നന്മകളും അവർക്കുണ്ടാകണം. അതിന് നമ്മുടെ കയ്യിലുള്ള സുരക്ഷയുടെ ഏക ആയുധം അത് നമ്മുടെ സമ്മതിദാനാവകാശമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. വീഴ്ച വരുത്താതെ ബുദ്ധിപരമായി ഉപയോഗിക്കാനുള്ള ആർജവവും കഴിവും നമുക്കുണ്ടാവണം. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, മതേതരത്വം സംരക്ഷിക്കപ്പെടണം, ഇവിടുത്തെ മാനവികത നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം, ആരാധനാലയങ്ങൾ സുരക്ഷിതമായി നിലകൊള്ളണം. അതിനൊക്കെ നമ്മുടെ കയ്യിലുള്ള ആ സുരക്ഷിതമായ ആയുധത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അവകാശമുണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു വിരുന്നിന്റെ കാലമാണ്, അല്ലെ? വെക്കേഷനായാൽ കുടുംബങ്ങൾ അവിടെ പോകും, ഇവിടെയൊക്കെ പോകും. എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ശരി, അവരെയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഒരു വോട്ട് പോലും നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. കൃത്യമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ആ വിഷയത്തിൽ ഉണ്ടാവണം. അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ ഏത് സ്ഥാനത്താണോ ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ ഉപയോഗിക്കണം. കാര്യബോധത്തോടുകൂടി തന്നെ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ ആദ്യം നിങ്ങളെ ഉണർത്തുകയാണ്. ഒന്ന്,
21-ാം തീയതി ഞായറാഴ്ച വൈറ്റില സലഫി പള്ളിയിൽ ഹാജിമാർക്കുള്ള ഒരു പ്രത്യേക പഠന ക്ലാസ് ഉണ്ട്. ഈ വർഷം ഹജ്ജിന് പോകുന്ന വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നമ്മുടെ ഒരു ഭാരവാഹിയുണ്ട്, അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, ക്ലാസ്സിൽ പങ്കെടുക്കണം. 2, ഈ മാസാവസാനം നമ്മുടെ സെക്കൻഡറി തലം മുതലുള്ള മക്കൾക്ക് ഒരു വെക്കേഷൻ മതപഠന ക്ലാസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു 13 വയസ്സിന് മീതെ പ്രായമുള്ള നമ്മുടെ മക്കളെ എല്ലാവരെയും 3 ദിവസത്തെ ആ കോഴ്സിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട സംഗതികൾ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ലവ് ജിഹാദുകളും പൗരത്വ പ്രശ്നങ്ങളും കേരള സ്റ്റോറിയും നാർക്കോട്ടിക് ജിഹാദും മുസ്ലിം പേരുള്ള സ്ഥലങ്ങളുടെ ആ നാമങ്ങൾ കേൾക്കുന്നത് പോലും മനം പുരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മൾ രാജ്യത്ത് അതിനൊക്കെ ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ മറികടക്കേണ്ടത് എങ്ങനെയാണ്? വൈകാരികമായിട്ടല്ല, നിയമപരമായും രാഷ്ട്രീയപരവുമായിട്ടാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും സമാധാനവും സാഹോദര്യവും ആഗ്രഹിക്കുന്നവരാണ്. ആരെയും പിണക്കാനോ വെറുപ്പിക്കാനോ വിദ്വേഷത്തിന്റെ അവസ്ഥകൾ കാണിക്കാനോ പാടില്ല. നമുക്കുള്ള മെസ്സേജ് അത് തന്നെയാണ്. എല്ലാവരെയും ചേർത്തി പിടിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതുകൊണ്ട് എത്ര തിരക്കിനടിയിലാണെങ്കിലും ഇബാദത്തുകള് നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതെ നമ്മളുടെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. വിജയിക്കാനും വിജയിപ്പിക്കാനുമുള്ള വഴികളിൽ നമ്മൾ ഒരിക്കലും തിന്മകളുടെ വഴി ഒരു കാരണവശാലും സ്വീകരിക്കരുത്. എതിർചേരിയിലുള്ള ആളുകളെ നേരിടാൻ തിന്മകളുടെ വഴികൾക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. കളവ് പറയുക, അതിനുവേണ്ടി കൂട്ടുനിൽക്കുക, സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുക, മറ്റുള്ളവരുടെ അഭിമാനങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കുന്ന മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. രാഷ്ട്രീയം ആവശ്യമാണ്, പക്ഷെ ആ മേഖലകളിൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം നമ്മൾ നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കൂടെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഈ സമയങ്ങളിൽ നമ്മളൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ചെയ്താലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തുണയും കാവലും അവന്റെ കരുണാ കടാക്ഷവും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നിഷ്ഫലാവും. നമ്മൾ വിചാരിക്കുന്ന അത്ര സുഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയൊന്നുമല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആയുധം നമ്മുടെ പ്രാർത്ഥനകളാണ്. നേരായ വഴിയിൽ നമ്മൾ പ്രവർത്തിക്കുക. കാരണം അനീതിക്ക് അള്ളാന്റെ പൊരുത്തം ഉണ്ടാവില്ല, സഹായം ഉണ്ടാവില്ല. ആ പ്രാർത്ഥനകളിൽ കൂടുതൽ പറയേണ്ടത് 2 വാക്കുകളാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ. പടച്ചോനെ, ഞങ്ങളോട് കാരുണ്യമില്ലാത്ത ഒരാളെയും ഞങ്ങളുടെ തലപ്പത്ത് നീ കൊണ്ടുവരരുത്. മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം. എല്ലാ രാവിലെയും വൈകുന്നേരവും സഹോദരങ്ങൾ നമ്മൾ തേടണം. ആ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗത്തുണ്ടല്ലോ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ആ ഭാഗത്തുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞങ്ങൾക്ക് പറയാനില്ല റബ്ബേ, അൻത മൗലാന. ആ വാക്കെത്തുമ്പോ നിർത്തി മനസ്സ് തട്ടിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഭാവി അള്ളാഹുവിന്റെ കൈകളിലാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ ചേർത്തി വായിക്കുക. അതുകൊണ്ട് നല്ല പോലെയുള്ള പ്രവർത്തനങ്ങൾ വേണം, കൂടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയുക. കൂടെ ഒരു ഭാഗത്ത് മഴകളേയില്ല, വെള്ളം തീരെയില്ല, മറുഭാഗത്താണെങ്കിൽ നമുക്ക് അന്നം തരുന്ന പല നാടുകളിലേക്ക് നോക്കിയാൽ അവിടെ ഒരു 7.5 പതിറ്റാണ്ടിനിടയ്ക്ക് കാണാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകളാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ മാറി വരുന്ന കാലാവസ്ഥകളിലും നമ്മളൊക്കെ പടച്ചവനോട് മനസ്സ് തട്ടി എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷ തേടാനുള്ള ആ അത്തരം പ്രാർത്ഥനകളും ജീവിതത്തിൽ ഉണ്ടാവണം. എന്ന് വെച്ചാല് നമ്മൾ സദാസമയം ജാഗ്രതയോടുകൂടിയാണ്
മുന്നോട്ട് പോവേണ്ടത് എന്നാണ്. കിട്ടിയ സമയങ്ങളെല്ലാം ആവത് വിധത്തിൽ ജനസേവനങ്ങൾക്ക് അള്ളാഹുവിന്റെ വഴിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളാൽ ചെയ്യാൻ കഴിയാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. പടച്ച റബ്ബ് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും തന്ന് നമ്മെ, നമ്മുടെ ഉമ്മത്തിനെ, നമ്മുടെ കുടുംബത്തിനെയൊക്കെ അള്ളാഹു സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ച് ജീവിതത്തിൽ വന്നുപോയ തിന്മകളിൽ നിന്ന് അള്ളാഹു നമുക്ക് പൊറുക്കലിനെ തന്ന് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. രാജ്യം അഭിമുഖീകരിക്കാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിച്ച് ഇസ്സത്തും സമാധാനവും ആഫിയത്തും സന്തോഷവുമുള്ളൊരു സാഹചര്യം തന്ന് നമ്മെ, ഈ രാജ്യത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട്, മറ്റു ദുരിതങ്ങൾ കൊണ്ടൊക്കെ വേദനിക്കുന്ന നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുടെ മറ്റുള്ള രാജ്യക്കാർ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി, ആഫിയത്ത് നൽകി, എല്ലാ മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിച്ച് ആഫിയത്തുള്ളൊരവസ്ഥ തന്ന് റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഗഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.